ഇനിയിപ്പോൾ എങ്ങനെയാണ് തെരച്ചിലൊരു പ്ലാൻ എങ്ങനെയാണ്? അല്ല, തെരച്ചിൽ നമ്മൾ ഇന്നലെ നിലമ്പൂർ ഭാഗത്ത് നിന്ന് കയറി വന്ന ഒരു 18 സ്വയം സന്നദ്ധ സംരക്ഷണ പ്രവർത്തകർ അവർ പരപ്പമ്പാറ ഭാഗത്ത് കുടുങ്ങിയിട്ടുണ്ടെന്നുള്ള വിവരം ലഭിച്ചതനുസരിച്ച് നമ്മൾ ഇന്ന് രാവിലെ തന്നെ ഫോറസ്റ്റിന്റെ സെർച്ച് പാർട്ടി NDRFും അതുപോലെ തന്നെ സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ്സും ആയി ബന്ധപ്പെട്ട് നമ്മൾ അവിടെ പോവുകയും ഇവരെ ലൊക്കേറ്റ് ചെയ്യും. ഇവരുടെ കൈവശം ഒരു ഡെഡ് ബോഡി ഉണ്ടായിരുന്നു. ആ ഡെഡ് ബോഡി ഇന്ന് എയർലിഫ്റ്റ് ചെയ്തതാണ്. കൂടാതെ ഈ 18 പേരെ ഒന്നുകിൽ എയർലിഫ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ സുരക്ഷിതമായിട്ടുള്ള സ്ഥലങ്ങളിൽ എത്തിക്കാനുള്ള നടപടികൾ പുരോഗമിച്ചു വരികയാണ്. നമ്മൾ ഫോറസ്റ്റ് ടീം ഇവരെ കണ്ടെത്തി കഴിഞ്ഞു. ഈ ആ മേഖലയിൽ കൂടുതൽ മൃഗങ്ങൾ ഉണ്ടാവാൻ ഇടയുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. ഇല്ല, അത്തരം വിഷയങ്ങളൊന്നും ഇപ്പോൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഈ പറയുന്ന 18 പേരും ഇപ്പോൾ സുരക്ഷിതരാണ്. അവർക്ക് ആവശ്യമായിട്ടുള്ള ആഹാരങ്ങളെല്ലാം തന്നെ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. താങ്ക് യു സർ. താങ്ക് യു. സൗത്ത് വയനാട് DFO ശൈത്യ രാമൻ സംസാരിക്കുകയായിരുന്നു. അദ്ദേഹത്തിനാണ് ഈ മേഖലയുടെ ചുമതല. റീത്ത്, അപ്പോൾ ആ 18 പേരും സുരക്ഷയെ തിരിച്ചെത്തിയിരിക്കുന്നു. ഇതാ നമ്മൾ ചൂരൽമല നിൽക്കുമ്പോൾ ചൂരൽമലയിൽ കൂടുതൽ കിടാവർ നായ്ക്കൾ എത്തിച്ചുകൊണ്ടുള്ള സംഗമം. ഇനിയിപ്പോൾ നടക്കാനുള്ള ഏറ്റവും സങ്കടകരമായ ദൗത്യം എന്ന് പറയുന്നത് ആ കൂട്ട സംസ്കാരമാണ്. ഇന്നലെ 8 പേരാണെങ്കിൽ ഇന്നിപ്പോൾ 31 മൃതദേഹങ്ങൾ, 158ഓളം ശരീരഭാഗങ്ങൾ. റവന്യൂ മന്ത്രി പറയുന്നു ഓരോ ശരീരഭാഗങ്ങളും ഓരോന്നോരോന്നായി എടുത്ത് അതിന്റെ നമ്പർ മാർക്ക് ചെയ്ത് അതിന്റെ DNA പരിശോധനയുടെ ഒരു ഡോക്കറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പർ മാർക്ക് ചെയ്താകും സംസ്കാരം. അത്രത്തോളം സൂക്ഷ്മതയോടുകൂടി കൃത്യമായ ക്രമീകരണം ഒരുക്കിയാകും സംസ്കാരം എന്നൊക്കെ അറിയാൻ കഴിയുന്നു. ഇവിടെ നിരന്തരം പുഴയിലൊക്കെ ഇങ്ങനെ തിരഞ്ഞ ആഴത്തിൽ പരിശോധന തുടരുകയാണ്. ഇതിപ്പോൾ നമ്മൾ രാവിലെ മുതൽ കാണുന്ന കാഴ്ചയാണ്. ഇതിൽ രണ്ട് ഉദ്ദേശമുണ്ട്. ഒന്ന് റെസ്റ്റോറേഷൻ എന്നുള്ള ഉദ്ദേശം കൂടി ഉണ്ട്. ഇവിടുന്ന് ആ പുഴയുടെ ആ ഒഴുക്ക്, സ്വാഭാവിക ഒഴുക്കിലേക്ക് ഇത് ആഴത്തിൽ ഒരുപാട് അടി ഇങ്ങനെ പൊങ്ങിക്കിടക്കുകയാണ് റീത്ത്. അപ്പോൾ അതൊന്ന് കുറച്ച് വാരി മാറ്റുക എന്ന ഉദ്ദേശമുണ്ട്. അതോടൊപ്പം തന്നെ റിക്കവറിക്ക് പോസിബിലിറ്റി ഉണ്ടോ എന്നൊരു ആലോചന കൂടിയുണ്ട്. വലിയ പാറകൾ ഇവിടെ കിടപ്പുണ്ട്. ആ പാറകൾ മാറ്റി നോക്കൽ ഇപ്പോൾ അത് പൊട്ടിച്ചു മാറ്റി നടക്കുകയുള്ളൂ. അത് തൽക്കാലം പ്രാക്ടിക്കൽ അല്ല. എന്തായാലും 7ാം നാളും ആ പരിശോധനകൾ തുടരുകയാണ്. 7ാം നാൾ ഏത് തരത്തിലേക്ക് പരിശോധന തുടരുന്നു? ചൂരൽമലയിലും മുണ്ടക്കയിലും ഒക്കെ പരിശോധനയുണ്ട്. ചാലിയാർ പുഴ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയും ഇന്ന് തുടരുന്നു.